ഈശോയിൽ സ്നേഹമുള്ളവരെ, കുർബാനയോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ധ്യാനിക്കുകയാണ്. നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയുക. നമ്മൾ വിശുദ്ധ വാരത്തിലാണ്. വിശുദ്ധ വാരത്തിൽ വലിയ ആഴ്ചയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ആഴ്ചയിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ മണിക്കൂറും യേശുവിൻ്റെ രക്ഷ സ്വന്തമാക്കുന്നതാകണം. നമ്മുടെ വ്യക്തിജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന ഉണ്ടാകണം. യേശുവേ, എന്നെ രക്ഷിക്കണമേ. യേശുവേ, നിൻ്റെ രക്ഷാകര പ്രവൃത്തിയിൽ എന്നെയും പങ്കാളിയാക്കണമേ. നമുക്കത് പ്രാർത്ഥിക്കാം. കുർബാനയോട് ഈശോയെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ദിവ്യകാരുണ്യം. നമുക്കറിയാം, നമ്മൾ ധ്യാനിച്ചു, ഈശോ പെസഹ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുക്കുന്നത്. പെസഹ ഭക്ഷണവും വിശുദ്ധ കുർബാനയുമായിട്ട് ഒരുപാട് അഭേദ്യമായ ബന്ധമുണ്ട്. പ്രിയപ്പെട്ടവരെ, പെസഹ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, കയ്പുള്ള ഇല, പുളിപ്പില്ലാത്ത അപ്പം, തിടുക്കത്തിൽ കഴിക്കുക, ഇതെല്ലാം. അപ്പോൾ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തായിരുന്നു ഇസ്രായേൽ ജനത്തിലെ ഇതിൻ്റെ പെസഹ? അവർ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, കടന്നുപോക്കാണ്. അപ്പോൾ അവർ ഈ പെസഹ ഭക്ഷിക്കുമ്പോൾ യഹൂദ പാരമ്പര്യമനുസരിച്ച് ഈ പെസഹ അപ്പം ആ വീട്ടിലെ ഹെഡ് ഓഫ് ദ ഫാമിലി, ആ വ്യക്തിയാണ് പെസഹയ്ക്ക് മുഖ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാം, 12-ാം അധ്യായം, പുറപ്പാട് 12-ാം അധ്യായം വായിക്കുമ്പോൾ അത് ഓരോ കുടുംബവും പെസഹ ആചരിക്കണം എന്നതായിരുന്നു. പിന്നീടാണ് അത് അഹ്റോൻ്റെ വംശം, അത് പുരോഹിതർ അത് ദേവാലയത്തിൽ വെച്ച് പെസഹ ഭക്ഷിക്കുന്ന രീതി പിന്നീട് വന്നതാണ്. അപ്പോൾ ആദ്യം ഓരോ കുടുംബത്തിലും പെസഹ ആചരിക്കണം. അത് നമ്മൾക്ക് വ്യക്തമായിട്ട് കിട്ടും പുറപ്പാട് 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ. അപ്പോൾ ആ കുടുംബനാഥൻ, കുടുംബത്തിലെ ഏറ്റവും തലമൂത്ത ആൾ അല്ലെങ്കിൽ ഏറ്റവും മുതിർന്നയാൾ, അയാളാണ് പെസഹ, ആ പെസഹ ഭക്ഷണത്തിന് മുഖ്യമായ കാർമ്മികത്വം അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ അപ്പം എടുത്ത് ആദ്യം കൊടുക്കുന്നത്, യഹൂദ പാരമ്പര്യം അനുസരിച്ച് പെസഹ അപ്പം ആദ്യം കൊടുക്കുന്നത് ഏറ്റവും ഇളയാൾക്ക്. ഏറ്റവും ഇളയാൾക്ക് കൊടുക്കുന്നതിൻ്റെ കാരണം എന്താ? ഈ ഇളയാൾ ഈ അപ്പം എടുത്ത് അത് ഇരുന്നുകൊണ്ടല്ല, നിന്നുകൊണ്ട്. എന്തുകൊണ്ടാണ്? എല്ലാ രാത്രിയിലെയും ഭക്ഷണത്തേക്കാൾ ഈ രാത്രിയിലെ ഭക്ഷണം എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്? ഈ കുട്ടി ചോദിക്കും. അങ്ങനൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇന്നലെ രാത്രി കഴിച്ച ഭക്ഷണം പോലെയല്ല ഇന്ന് രാത്രി, എന്തുകൊണ്ടാണ് ഈ പെസഹ ഭക്ഷണം വ്യത്യസ്തമാകുന്നത് എന്ന് ഈ കുഞ്ഞ് ചോദിക്കും. അപ്പോൾ ഈ കാരണവർ പറഞ്ഞു കൊടുക്കും, ഒന്ന്, നമുക്കന്ന് ഇരുന്ന് ഭക്ഷിക്കാൻ സമയം കിട്ടിയില്ല, പെട്ടെന്ന് യാത്രയാകണം. 2, എന്തിനാണ് പുളിപ്പില്ലാത്ത അപ്പം? നമ്മുടെ അമ്മമ്മമാർ ഈ മാവ് പുളിക്കാൻ വേണ്ടി പുളിപ്പ് കലർത്തി വച്ചിട്ട് പുളിക്കാൻ സമയം കിട്ടിയില്ല. അതാണ് പുളിപ്പില്ലാത്ത അപ്പം സൂചിപ്പിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഈ നല്ല ഭക്ഷണത്തോടൊപ്പം, കാരണം അപ്പം പുളിപ്പില്ലാത്തത് ആണെങ്കിലും നല്ല ഗ്രില്ല് ചെയ്ത മീറ്റുണ്ട്, ഇതിനോടൊപ്പം നമ്മളിങ്ങനെ ഈ കയ്പുള്ള ഇല കഴിക്കുന്നത്. അപ്പോൾ അത് ഈജിപ്തിലെ കയ്പേറിയ അനുഭവങ്ങളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്, ഈ പാരമ്പര്യത്തിൻ്റെ കൈമാറ്റം കൂടിയാണ് അവരെ സംബന്ധിച്ച്. നമ്മൾ അടിമത്തത്തിലായിരുന്നു, നമ്മളെ ഇങ്ങനെയാണ് ദൈവം അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. ഓർക്കുക, നമ്മൾ ഈ പെസഹ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ യേശുവിൻ്റെ പെസഹ, ഇത് എൻ്റെ ശരീരമാണ് അല്ലെങ്കിൽ ഇതെൻ്റെ രക്തമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എനിക്ക് വേണ്ടി, എന്നെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ഓർമ്മയാണ്. പെസഹ ഓർമ്മയാണ്. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, അപ്പോൾ ആദ്യത്തെ ഈ കഷ്ണം ഈ ഇളയ കൊച്ചിന് കൊടുക്കും. അത്
ആണ് പാരമ്പര്യം. ഈ പാരമ്പര്യമാണ്, ഈ പെസഹ ഭക്ഷണമാണ്, ഈ പെസഹ മീലാണ് അതുപോലെ യേശു എടുത്ത് യേശുവിൻ്റെ വിശുദ്ധ കുർബാന സ്ഥാപനത്തിൽ വയ്ക്കുന്നത്. നമ്മളത് പെസഹയിൽ കാണും. അപ്പോൾ നമ്മൾ ഓർത്ത് നോക്കിക്കുക, ആദ്യത്തെ കഷ്ണം കൊടുക്കേണ്ടത് ആർക്കാണ്? അപ്പോൾ യേശു പെസഹ ഭക്ഷിക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാരുണ്ട്. അപ്പോൾ യേശുവിൻ്റെ എത്രാമത്തെ പെസഹ ആയിരിക്കും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ? നമ്മളൊന്ന് വെറുതെ കാൽക്കുലേറ്റ് ചെയ്യും. ഒരു നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ, വേറെ ഒന്നും ചിന്തിക്കേണ്ട, ദൈവശാസ്ത്രം ഒന്നും ചിന്തിക്കേണ്ട, മാനുഷിക ബുദ്ധിയിൽ യേശു 30 വയസ്സിൽ പരസ്യജീവിതം ആരംഭിച്ചു. 31, 32, 33. ഉറപ്പായിട്ടും ഇത് ശിഷ്യന്മാരോടൊപ്പമുള്ള 3ാമത്തെ പെസഹ ആയിരിക്കും. ഉറപ്പായിട്ടും 3ാമത്തെ പെസഹ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തെ പെസഹ യേശു ഭക്ഷിച്ചിട്ടുണ്ട്. ഭക്ഷിച്ചപ്പോൾ ആർക്കായിരിക്കും ഈ ആദ്യത്തെ കഷ്ണം കൊടുത്തത്? ആർക്കായിരിക്കും ആദ്യത്തെ കഷ്ണം കൊടുത്തത്? കാരണം ഒരു പാരമ്പര്യമുണ്ട്, ആദ്യത്തെ കഷ്ണം ഏറ്റവും ഇളയ ആൾക്ക്. അങ്ങനെയാണെങ്കിൽ ശിഷ്യന്മാരിൽ ഇളയതാരാ? ശിഷ്യന്മാരിൽ ഇളയത് യോഹന്നാൻ. ഇനി നമ്മൾ അന്ത്യത്താഴത്തിലേക്ക് വരിക. യോഹന്നാൻ എവിടെയാണ് ഇരിക്കുന്നത്? യോഹന്നാൻ ഇരിക്കുന്ന സ്ഥലം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ യേശുവിൻ്റെ വലതുവശത്ത് മാറോട് ചേർന്നിരുന്നു. അല്ലേ? പലരും വ്യാഖ്യാനിക്കുന്നത് അത് സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊണ്ടല്ല. യോഹന്നാൻ അറിയാം, ഇന്ന് പെസഹയാണ്, ഇന്നാണ് തൻ്റെ പ്രിവിലേജിൻ്റെ ദിവസം, ഇന്ന് തനിക്ക് ആദ്യത്തെ കഷ്ണം കിട്ടും. ഇത് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ 2 വർഷവും യോഹന്നാൻ ആദ്യത്തെ കഷ്ണം കൊടുത്തിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് യോഹന്നാൻ വന്ന് വലതുവശത്ത്, യേശുവിന് വലതുകരമാണ് വശം, വലതുവശത്ത് മാറോട് ചേർന്നിരിക്കുന്നു. കൃത്യം ഇരിപ്പാണ്, അല്ലാതെ സ്നേഹം കൊണ്ടൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഇരിക്കണം, അത് പ്രോട്ടോക്കോളാണ്. യോഹന്നാൻ അന്നുള്ള അവകാശമാണ് ഈ വലതുവശത്ത് വന്നിരിക്കുക. നമുക്കറിയാലോ, നമ്മുടെ വീട്ടിലൊക്കെ പെസഹ ഭക്ഷിക്കുമ്പോൾ, പെസഹ ഒരുക്കുമ്പോൾ നമ്മൾ മിക്കവാറും നമ്മളൊക്കെ ഇത് തയ്യാറാകുന്ന നിമിഷം മുതൽ ഇത് കഴിക്കാൻ ആഗ്രഹിക്കും. പക്ഷേ നമുക്കറിയാം, അപ്പോൾ കട്ടിലേക്ക് കിടക്കുന്ന വല്യമ്മയോ വല്യപ്പനൊക്കെ എഴുന്നേറ്റ് വരും. അവർക്ക് അവകാശം പോലെയാണ് ആദ്യത്തേത്. ഇതാണ് നമ്മുടെ പാരമ്പര്യം. ആദ്യത്തേത് മൂത്തയാൾക്ക് അവകാശം. നമ്മളതൊക്കെ ഏറ്റവും അവസാനത്തെ കൊച്ചൊക്കെ ആണെങ്കിൽ 10-40 പേര് വീട്ടിലുണ്ടെങ്കിൽ 40ാമത്തെ ചാൻസ് നോക്കി നിൽക്കണം. അതൊരു വല്ലാത്ത നിപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാരമ്പര്യം. അങ്ങനെയാണെങ്കിൽ യഹൂദ പാരമ്പര്യത്തിൽ ആദ്യത്തെ കഷ്ണം യോഹന്നാനാണ്. യോഹന്നാൻ വന്ന് കൃത്യം ഇരിപ്പുണ്ട്, പ്രോട്ടോക്കോളെല്ലാം അനുസരിച്ച് കൃത്യം ഇരിപ്പുണ്ട്, വലതുവശത്ത് മാറോട് ചേർന്ന്. ഇനിയാണ് സംഭവം, മാറുകയാണ്. ഇതെൻ്റെ ശരീരമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പറഞ്ഞതുപോലെയല്ല, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. അവർക്കൊന്നും മനസ്സിലായില്ല. അവർക്ക് എന്താണ് അവൻ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. യേശു എടുത്തു, ഉയർത്തി. ഉറപ്പാണ്, ആദ്യത്തെ കഷ്ണം എടുത്തുയർത്തിയപ്പോൾ ഒരു കാര്യം 100% ഉറപ്പ്, യോഹന്നാൻ കൈ നീട്ടിയിട്ടുണ്ട്. കാരണം യോഹന്നാനാണ് ആദ്യത്തെ കഷ്ണം മേടിക്കാനുള്ള അവകാശം. യോഹന്നാൻ കൈ നീട്ടി നിൽക്കുമ്പോൾ യേശു ആ കൈക്ക് മുകളിലൂടെ ആ അപ്പം കൊണ്ടുപോയി യൂദാസിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു. അവകാശപ്പെട്ടവൻ കയ്യും നീട്ടി നിൽക്കുമ്പോൾ, അർഹതയുള്ളവൻ കയ്യും നീട്ടി നിൽക്കുമ്പോൾ, ആ കൈക്ക് മുകളിലൂടെ ഒറ്റുകാരൻ്റെ കയ്യിലേക്ക്. അവർക്ക് മനസ്സിലായില്ല, അവൻ എന്താണ് ചെയ്യുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്ന് വചനം. അവൻ എന്താണ് ചെയ്യുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. കണ്ടോ, അവകാശപ്പെട്ടവൻ കയ്യും നീട്ടി നിൽക്കുകയാണ്, അർഹതയുള്ളവൻ കൈനീട്ടി നിൽക്കുകയാണ്. തൊട്ടടുത്ത് മാറോട് ചേർന്ന് അവകാശപ്പെട്ടവൻ, നാഴികയ്ക്ക് 40 വട്ടം സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ ആ അപ്പത്തിനു വേണ്ടി കയ്യും നീട്ടി നിൽക്കുമ്പോൾ, ഇതാ ദിവ്യകാരുണ്യം അർഹതയുള്ളവൻ്റെ, യോഗ്യതയുള്ളവൻ്റെ കൈക്ക് മുകളിലൂടെ ഒറ്റക്കാരൻ്റെ കയ്യിലേക്ക് പോകുമ്പോൾ ഈശോ പഠിപ്പിക്കുകയാണ്, അതാണ് ദിവ്യകാരുണ്യം. അതിനെയാണ് സഭ കാരുണ്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് കരുണയുടെ കൂദാശ. യൂക്കരിസ്റ്റ് ഈസ് ദ സാക്രമെൻ്റ് ഓഫ് മേഴ്സി. അത് കരുണയുടെ കൂദാശയാണ്. യേശു പഠിപ്പിച്ചു, സുവിശേഷ ഭാഗ്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ യേശു പഠിപ്പിച്ചു, മത്തായിയുടെ സുവിശേഷം 5:7, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. കരുണയാണ് നിൽക്കുന്നത്. കരുണ എങ്ങനെ എന്നെ കൊടുക്കണം? പ്രിയപ്പെട്ടവർ, അർഹതയുള്ളവൻ, അവകാശമുള്ളവൻ കയ്യും നീട്ടി നിൽക്കുമ്പോൾ ഇതാ ഒറ്റുകാരൻ്റെ കയ്യിലേക്ക് പോകുന്നു. അതാണ് ക്രൈസ്തവ ജീവിതം, അതാണ് വിശുദ്ധ കുർബാനയുടെ ജീവിതം, അതാണ് സഭ. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ കുർബാനയാണ് എൻ്റെയും നിങ്ങളുടെയും കേന്ദ്രം. ഈ വിശുദ്ധ കുർബാനയാണ് സഭയുടെ ചൈതന്യത്തിൻ്റെ അടിസ്ഥാനം. സഭയാകുന്നത് ഈ വിശുദ്ധ കുർബാനയിലാണ്. സഭയുടെ ചൈതന്യം, നമ്മുടെ ഓരോരുത്തരുടെയും ചൈതന്യം ഇതാകണം. അവകാശപ്പെട്ടവൻ നിൽക്കുമ്പോൾ ഒറ്റുകാരൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ പേരാണ് കാരുണ്യം. അവകാശപ്പെട്ടവൻ തൊട്ടടുത്ത് മാറോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒറ്റുകാരൻ്റെ കയ്യിലേക്ക് പെയ്യുന്ന കൃപയുടെ പേരാണ് കാരുണ്യം. അപ്പോൾ അർഹിക്കുന്നത് കൊടുക്കുന്നതിൻ്റെ പേരല്ല കാരുണ്യം, അർഹിക്കാത്തത് കൊടുക്കുന്നതിൻ്റെ പേരാണ് കാരുണ്യം.
അർഹിക്കുന്നത് കൊടുക്കുന്നതിൻ്റെ പേര് കാരുണ്യമെന്നല്ല. അതല്ലേ ഈശോ പറയുന്നുണ്ട് കള്ളന്മാരും അങ്ങനെ ചെയ്യുന്നില്ലേ? എന്നാൽ നിങ്ങൾ അങ്ങനെ ആകരുത്. മേലെങ്കിൽ ഉപ്പായം കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം നടക്കാൻ നിർബന്ധിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ നടക്കുക. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത് എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവർ, ഒരു വ്യത്യസ്തമായ, അതാണ് കാരുണ്യം, അതാണ് സഭ എന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയാകുമ്പോൾ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, ടു ബിലീവ് ഇൻ ഗോഡ് മീൻസ് ടു ബിലീവ് ഇൻ എ മേഴ്സിഫുൾ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം കരുണയുള്ള ഒരു ദൈവത്തിൽ, കരുണയുള്ളൊരു പിതാവിൽ. അതല്ലേ സുവിശേഷം മുഴുവനും, പുതിയ നിയമം മുഴുവനും ഈ കരുണയുടെ പുസ്തകമാണ്. ദ ഹോൾ ഗോസ്പൽ ഈസ് ദ ബുക്ക് ഓഫ് മേഴ്സി. അല്ലേ? സുവിശേഷം ആരംഭിക്കുന്നത് ഇതാ മറിയം, രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് എവിടെയാ? മറിയത്തെ കല്ലെറിയാൻ വിധിക്കണം, അവളെ കണ്ണ് നിറയാതെ പിടിക്കുന്നു. കല്ലെറിയാൻ ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. എല്ലാവരും ആ പാപിനിയായ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുമ്പോൾ യേശു തന്നെ തൊടുവാനും അവൾ ശുശ്രൂഷ ചെയ്യാനും അനുവദിക്കുകയാണ്. തന്നെ തൊടുന്ന ഇവൾ ആരെന്നവൻ അറിയുന്നില്ലേ? കണ്ടോ, ആരെയും മാറ്റി നിർത്താത്ത ഒന്ന്. എവിടെയാ ആ ചുങ്കക്കാരൻ? എത്ര ചങ്കിടിപ്പോടുകൂടിയായിരിക്കും ആ ചുങ്കക്കാരൻ ദേവാലയത്തിലേക്ക് പോയത്. ഫരിസേയൻ ആ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ചുങ്കക്കാരൻ, പ്രിയപ്പെട്ടവരെ, ഇതാ ദേവാലയത്തിൻ്റെ പടിവാതിൽ പോലും ചവിട്ടാൻ പറ്റാതെ വെളിയിൽ നിൽക്കുന്നു. സുവിശേഷം അവിടെ അവസാനിക്കുകയാണ്. എന്താണ്? ആ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായിട്ട്, നിയമം അനുസരിക്കുന്നത് കൊണ്ടല്ല ഈ പുസ്തകത്തിൽ ഒരാൾ നീതീകരിക്കപ്പെടുന്നത്, അയാൾ ദൈവത്തിൻ്റെ മനസ്സ് കരുണ സ്വന്തമാക്കുന്നത് കൊണ്ടാണ്. നിയമം അനുസരിക്കുന്നത് കൊണ്ടല്ല, അയാൾ ദൈവത്തിൻ്റെ കരുണ സ്വന്തമാക്കുന്നത് കൊണ്ടാണ്. ജോസഫ് അനുസരിക്കേണ്ട നിയമം ഉണ്ടായിരുന്നു. അല്ല, ജോസഫ് അനുസരിക്കേണ്ട നിയമം എന്തായിരുന്നു? മറിയത്തെ കല്ലെറിയാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, ജോസഫ് അനുസരിക്കേണ്ട നിയമം. എന്നാൽ ആ നിയമം അനുസരിക്കുന്നവനെയല്ല, മറിച്ച് ആ കരുണ കാണിക്കുന്നവനെയാണ് പുതിയ നിയമം, സുവിശേഷം നീതിമാൻ എന്ന് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കരുണയാണ് എൻ്റെ നെഞ്ചിൽ, എൻ്റെ ഹൃദയത്തിൽ പടരേണ്ടത്. ഈ കരുണയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് വൈദികനാണ്. അപ്പോൾ അദ്ദേഹം ആദ്യത്തെ പൗരോഹിത്യത്തിന് ശേഷം കുറേ നാളുകൾ അദ്ദേഹം ഒരു രൂപതയുടെ ചില ഉത്തരവാദിത്തങ്ങളിലായിരുന്നു. അദ്ദേഹത്തിന് ആഗ്രഹം, അദ്ദേഹം പഠിക്കാനൊക്കെ പോകേണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആഗ്രഹം ഇതാണ്, ഒരു ചെറിയ ഇടവക. അപ്പോൾ ഒരു ചെറിയ ഇടവക അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ആ ഇടവകയിൽ അദ്ദേഹം ചെല്ലുമ്പോൾ, ചെറിയ ഇടവകയാണ്, അധികം വീട്ടുകാരൊന്നുമില്ല, മിക്കവരും കൂലിപ്പണിക്കാർ, അങ്ങനെ ഒരു ഇടവക. അപ്പോൾ അദ്ദേഹം ചെല്ലുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, അദ്ദേഹം അവിടെ സിസ്റ്റമാറ്റിക്കായ അക്കൗണ്ട് അല്ലെങ്കിൽ കണക്കുകൾ ഇല്ല. അതെല്ലാം ഈ പുസ്തകത്തിലൊക്കെ എഴുതുന്ന രീതിയാണ്. കാരണം അതൊരു വലിയ ഇടവകയല്ല, അവിടെ അത്രയും സൗകര്യങ്ങളില്ല. അപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത്, അവിടെ വർഷങ്ങളായിട്ട് കണക്കെഴുതുന്നൊരു വ്യക്തിയുണ്ട്. അപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്ത ഒരു കാര്യം, കമ്പ്യൂട്ടറൈസ് ചെയ്തു എല്ലാ കാര്യങ്ങളും. ഇടവകയുടെ ബുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇടവകയുടെ ജനങ്ങളുടെ കാര്യങ്ങൾ, അതെല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്തു. അക്കൗണ്ട് കമ്പ്യൂട്ടറൈസ്. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, ഈ മുമ്പ് ഈ അക്കൗണ്ട് ചെയ്തിരുന്ന വ്യക്തിക്ക്, ഈ കാര്യം ചെയ്തിരുന്ന വ്യക്തി ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് അയാളെ മാറ്റേണ്ടി വന്നപ്പോഴും അയാൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു വേല കൊടുത്തു. എന്നാൽ അയാൾ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം അയാൾ ഒരു ഓഫീസിലിരുന്നു, ഈ ജോലി ചെയ്ത വ്യക്തി, അദ്ദേഹത്തിന് കമ്പ്യൂട്ടറോ മറ്റ് കാര്യങ്ങളോ അറിയില്ല. പക്ഷേ പാർട്ട് ടൈം എന്ന് വെച്ചാൽ ഇടവകയിൽ തന്നെ ഒരു ചെറുപ്പക്കാരൻ ഒരു ബാങ്കിൽ അക്കൗണ്ടൻ്റാണ്. അവൻ പറഞ്ഞു, അച്ഛാ എല്ലാം ഞാൻ ക്രമീകരിക്കാം. അവൻ ഓഫീസ് കഴിഞ്ഞ് വന്ന് 1 മണിക്കൂർ കാര്യം പോലും ഇല്ല. അവന് ഒരാഴ്ച 1 മണിക്കൂർ കൊണ്ട് ഇടവകയുടെ എല്ലാ കാര്യങ്ങളും അവൻ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മനുഷ്യന് ഭയങ്കരമായ അച്ഛനോട്, കാരണം ഈ മനുഷ്യൻ വർഷങ്ങളായിട്ട് ഈ ഇടവകയുടെ കണക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓഫീസ് കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരുന്ന അച്ഛനോട് ദേഷ്യമായി. അപ്പോൾ അച്ഛന് അത് മനസ്സിലായിട്ടുണ്ടെങ്കിലും അച്ഛൻ അത് കാര്യമാക്കിയില്ല. കാരണം ഇടവക ഒരു സിസ്റ്റമാറ്റിക് ആകണം, വളരെ കൃത്യതയുള്ള, വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു വൈദികനാണ്. അപ്പോൾ അദ്ദേഹം അത് ആഗ്രഹിച്ചു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം ഒരു സങ്കടത്തോടെ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ധ്യാന കേന്ദ്രത്തിലാണ്, ഞങ്ങൾ തമ്മിൽ വിളിക്കുമ്പോൾ
എന്നോട് പറഞ്ഞു ഒരു വലിയ ഒരു സങ്കടമുണ്ട്, എനിക്കെതിരെ ഒരു ഒരു ചെറിയ ആരോപണം, ഒരു കാര്യങ്ങൾ അതിൽ നോട്ടീസോ എന്തോ ഇങ്ങനെ ഫോട്ടോ കോപ്പി എടുത്ത് കൊടുത്തു. ഞാൻ അപ്പോൾ പുള്ളി നമ്മൾ പഠിച്ച എന്ന് വെച്ചാൽ ഒരാൾ അച്ഛനാകുമ്പോൾ വേണമെങ്കിൽ അയാളൊരു അച്ഛനെന്ന രീതി കാണിക്കും, പക്ഷേ ഒരുമിച്ച് പഠിച്ചവർക്കറിയാം അയാളുടെ മനസ്സ്, അല്ലെങ്കിൽ അയാൾ ആരാണെന്ന്. അപ്പോൾ ഒരുമിച്ച് പഠിച്ച് ഞങ്ങൾക്കറിയാം അദ്ദേഹം വിശുദ്ധനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാര്യമാക്കി. അദ്ദേഹത്തിന് വിഷമമുണ്ടായി, വേദനയുണ്ടായി, അതൊക്കെ സംഭവം കടന്നുപോയി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 വർഷമായിട്ടില്ല, ഒരു 9 മാസമൊക്കെ ആയപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. ഈ അച്ഛൻ വീണ്ടും എന്നെ വിളിക്കുക, അതെ നിനക്ക് ഇന്ന ഹോസ്പിറ്റലിൽ ആരെങ്കിലും പരിചയമുണ്ട്? ഞാൻ പറഞ്ഞു പരിചയമുണ്ട്, നമുക്ക് അച്ഛൻ പരിചയമുണ്ട്. എന്താ? അല്ല, ഒരു കാര്യമുണ്ട്, അവിടെയാണല്ലോ ഹാർട്ടിൻ്റെ സ്പെഷ്യൽ ഇതുള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു പരിശോധന, നമ്മുടെ ഇടവകയിൽ ഒരാൾക്കൊരു പ്രശ്നമുണ്ട്, ഹാർട്ട് ഓപ്പറേഷൻ വേണം, അപ്പോൾ അതിനൊന്ന് അപ്പോയിൻമെൻ്റൊക്കെ എടുക്കണം, ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ചെല്ല്, ഇങ്ങനെ ഒരു അച്ഛനെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ വിളിച്ചാൽ മതി, അവിടെ PRO പരിചയമുള്ളതാണ്. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുടുംബം വന്നു. അത് കഴിഞ്ഞ് ഈ അച്ഛൻ അവിടെ. അപ്പോൾ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഇദ്ദേഹത്തിൻ്റെ ഓപ്പറേഷന് ഏതാണ്ട് 2-3 ലക്ഷം രൂപ. അതിൽ ഇവരെ എടുത്തേക്കുന്നത് ഈ 2.5 ലക്ഷം രൂപ സ്വന്തം സഹോദരങ്ങളിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ വിദേശത്താണ്. സ്വന്തം സഹോദരങ്ങളിൽ നിന്ന്, സ്വന്തം വീട്ടിലെ പൈസയാണ് എടുത്ത് ഈ കുടുംബത്തിൻ്റെ, ഈ വ്യക്തിയുടെ, ഈ ഇടവക. അപ്പം ഞാൻ ചോദിച്ചു, ഇത് അല്ല, അന്ന് ഒരു 9 മാസം മുമ്പ് ഞാൻ നിന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ ഇടവകയിൽ നിന്ന് കണക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ മാറ്റി അയാൾ എനിക്കെതിരെ കുറേ ആരോപണം, കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അയാൾക്കാണ് ഈ ഹാർട്ട് ഓപ്പറേഷൻ. ഇത് ഇടവകക്കാർക്ക് ആർക്കും അറിയില്ല. കാരണം ഇടവകക്കാരുടെ മുമ്പിൽ അയാൾക്ക് വേണ്ടി അത് വേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നത് മാത്രമേ നോക്കിയുള്ളൂ. എന്ന് വെച്ചാൽ ഈ തനിക്കെതിരെ ഒരു 9 മാസം മുമ്പ് തനിക്കെതിരെ, തൻ്റെ പൗരോഹിത ജീവിതത്തെ കളങ്കപ്പെടുത്താൻ വേണ്ടി ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ച ഒരാൾക്കെതിരെ അയാൾക്കൊരു രോഗം വന്നപ്പോൾ, ഒരു സീരിയസ് ആയ രോഗമായപ്പോൾ വീട്ടിൽ സാമ്പത്തികമായിട്ടുണ്ടായിരിക്കാം, ഉണ്ടെങ്കിൽ എല്ലാവരും കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വീട്ടിൽ നിന്ന് സഹോദരൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി 2.5 ലക്ഷം രൂപ ഈ ഹോസ്പിറ്റലിൽ അടച്ചത് ഈ വൈദികരാണ്. പ്രിയപ്പെട്ടവരെ, അത് എവിടുന്ന് എന്ന് ചോദിച്ചാൽ, ആ മനസ്സ് എവിടുന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ആ മനസ്സ് കിട്ടുന്ന സ്ഥലമാണ് ദിവ്യകാരുണ്യം. ആ മനസ്സ് കിട്ടുന്ന സ്ഥലമാണ്. നമുക്കറിയാം ഒരുപാട് സഭ വിമർശിക്കപ്പെടുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. സഭ വിമർശിക്കപ്പെടുമ്പോഴും നമുക്കറിയാം ഈ സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് കേരളത്തിലെ സാധാരണ മനുഷ്യൻ അവൻ്റെ ജീവിത ചുറ്റുപാടിൽ അവൻ തിരഞ്ഞെടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഒരു ക്രിസ്ത്യൻ ഹോസ്പിറ്റലായിരിക്കും, ഒരു മിഷൻ ഹോസ്പിറ്റലായിരിക്കും. ഞാൻ ഈ 2018 നമുക്ക് പ്രളയം വന്നപ്പോൾ ആ പ്രളയത്തിൻ്റെ മുൻപിൽ, അല്ലെങ്കിൽ ആ പ്രളയത്തിൻ്റെ എല്ലാ ദാരുണ അനുഭവങ്ങളും കണ്ട ഒരു വ്യക്തിയാണ്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലായി ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പ് ഏതായിരുന്നു? കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളായിരുന്നു. ഒന്നും നോക്കാതെ ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു സ്ഥലത്തേക്ക് അപ്പോൾ എല്ലാ ഭക്ഷണവും ഗവൺമെൻറ് കൊടുക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നു, മറ്റു സ്ഥലത്ത് കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ഭക്ഷണം കൊണ്ടുചെല്ലുകയാണ്, ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ കൊണ്ടുചെല്ലുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നു അവിടെ ഒരു മഠമാണ്, ഒരു മഠത്തിൻ്റെ വലിയ സ്കൂളാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ സിസ്റ്ററും മദറും എല്ലാവരും കൂടി കപ്പ പറിക്കുകയാണ്. എന്ന് വെച്ചാൽ അവർ നട്ടിരിക്കുന്ന കപ്പയും സംഭവം എല്ലാം പറിച്ച് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ തങ്ങുന്നവർ. നമ്മൾ നോക്കുക നമ്മൾ എന്തെങ്കിലും ജാതി മതം എന്തെങ്കിലും നോക്കിയിട്ടാണോ നമ്മുടെ സ്കൂൾ, നമ്മുടെ ഹോസ്പിറ്റൽ, കാരണം ഓർക്കേണ്ട കാര്യം, നമ്മൾ ഹോസ്പിറ്റൽ ബിസിനസ്സിനായിട്ട് ഹോസ്പിറ്റൽ സ്കൂൾ നടത്തുന്നത് പറയുമ്പോഴും ഒരു കാര്യമുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂൾ കഴിഞ്ഞിട്ട് ഇവിടുത്തെ സാധാരണ മനുഷ്യന് ആശ്രയിക്കാൻ പറ്റുന്ന വേറെ ഏത് സ്ഥാപനമാണ് ഉള്ളത്? പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന വൈദികർ സിസ്റ്റേഴ്സ് ഈ കേരളം, അല്ലെങ്കിൽ ഇത്രയും സ്ഥാപനങ്ങൾ, ഓൾഡ് ഏജ് ഹോം ആകട്ടെ, കുട്ടികളുടെ കാര്യമാകട്ടെ, നമ്മൾ ഓർക്ക് ഇത് നമ്മൾ എന്തെങ്കിലും ഔദാര്യം ചെയ്യുന്നൊരു കാര്യമല്ല, അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മൾക്ക് എതിരെ ആരോപണം വരുമ്പോൾ സഭ എന്തെങ്കിലും ഇതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടോ? സഭയുടെ ഇതുവരെയുള്ള ഏതെങ്കിലും ഒരു തീരുമാനം എങ്കിൽ ഇനി കത്തോലിക്കർക്ക് വേണ്ടി മാത്രം ചെയ്താൽ മതി എന്ന് എപ്പോഴെങ്കിലും ഒരു KCBCയോ സിനഡോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും നമ്മുടെ ശുശ്രൂഷ എല്ലാവരിലേക്കും എത്തണം. ഓക്കെ, നമുക്ക് സഭയെ വിമർശിക്കാം, സഭയെ കുറ്റപ്പെടുത്താം, പക്ഷേ ഈ സഭ ഒരു ഉപ്പാണ്, ഈ സഭ ഒരു പ്രകാശമാണ്. ഒരു കാര്യം ഉറപ്പാണ്, എത്രയോ നമ്മൾ ഓർത്ത് നോക്കുക. അതുകൊണ്ടല്ലേ മദർ തെരേസയൊക്കെ പറയുന്നത്, എനിക്കൊരു കുർബാന ഉണ്ടായാൽ മതി. മദർ തെരേസയെ
രാജ്യങ്ങൾ കാത്തു നിൽക്കുമ്പോൾ രാഷ്ട്രത്തലവന്മാർ മദർ തെരേസയ്ക്ക് വേണ്ടി ലെറ്റർ അയച്ച് എല്ലാ സംവിധാനങ്ങളും ചെയ്തു കാത്തു നിൽക്കുമ്പോൾ മദർ തെരേസ ഒറ്റക്കാര്യമേ പറയുന്നുള്ളൂ, ഞങ്ങൾക്ക് വേണ്ടത് കുർബാന അർപ്പിക്കാൻ ഒരിടമാണ്, കുർബാന അർപ്പിക്കാൻ. രണ്ട് മദർ തെരേസ പറയുകയാണ്, ഞാൻ കാണുന്നത് ഈ കുർബാനയിലെ യേശുവിനെയാണ്, ഞാൻ ഈ രോഗികളിൽ കാണുന്നത്, കുർബാനയിലെ യേശുവിനെയാണ് ഞാൻ ഈ ഒറ്റപ്പെട്ടവരിൽ കാണുന്നത്, കുർബാനയിലെ യേശുവിനെ ഞാൻ ഈ വേദനിക്കുന്നവരിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മനസ്സ്, ഈ കരുണയുടെ മനസ്സ്, ഞാൻ കരുണ കാണിക്കേണ്ട ഇടങ്ങളുണ്ട്, ഞാൻ കരുണ കാണിക്കേണ്ട ഇടങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, യോഗ്യത കൊണ്ടല്ല, മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അവരുടെ അർഹത ഇല്ലാതെ നിൽക്കുമ്പോഴും നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ പേരാണ് കരുണ. ഇത് സഭ പഠിക്കുന്നത്, ഇത് സഭ ഈ ശക്തി സ്വീകരിക്കുന്നത്, സഭ ഈ കൃപ സ്വീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മറ്റെങ്ങൊന്നുമല്ല, സഭ ഈ കൃപ സ്വീകരിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. അതിനാൽ കുറവിൻ്റെ മേൽ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പേരാണ് കരുണ. എൻ്റെ മുമ്പിലുണ്ട്, കരുണ കാണിക്കണം. നമുക്കൊന്ന് പുറത്താൽ സാരമില്ല എന്ന് പറഞ്ഞാൽ, പോട്ടെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ വേദനയിൽ അല്പാശ്വാസം, അവർ ചെയ്ത മെറിറ്റ്, അവരുടെ മെറിറ്റ് നോക്കിയിട്ടല്ല, മറിച്ച് അവരുടെ കുറവുകളിലും വേദനയിലും എനിക്ക് എന്നെക്കൊണ്ട് കഴിയാവുന്നത് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ രക്ഷാകര ചരിത്രം എന്നിൽ പൂർത്തിയാകുന്നത്. അത് ഓർക്കുക. അതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ട് ചിലപ്പോൾ എൻ്റെ മുമ്പിലൊരു കുറവ്, എൻ്റെ ഭർത്താവിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ സഹോദരങ്ങളിൽ, എൻ്റെ അയൽവക്കത്തുള്ളവരിൽ ഒരു കുറവ് കാണുമ്പോൾ ഈ കുർബാന കണ്ടിട്ട് വന്ന് ഞാൻ ഈ കുർബാനയാകുന്നുണ്ടോ? ഈ കുർബാന കണ്ടിട്ട് വന്ന് ഞാൻ കുർബാനയാകുന്നുണ്ടോ? ഞാൻ പറയുന്നു അവരങ്ങനെയാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനല്ലേ? അല്ല, കുർബാനയാകാനുള്ള ഒരു വിളി കുർബാന നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കരുണയാവുക എന്നതിനർത്ഥം പ്രിയപ്പെട്ടവരെ അത് ദിവ്യകാരുണ്യത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കൃപയാണ്. അതിനാൽ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും, അവർക്ക് കരുണ ലഭിക്കും. ഇത് ഈശോ പറയുന്ന കാര്യം. ഞാൻ ഒരു ചെറിയ സംഭവം അതിതാണ്. ഞങ്ങൾ സെമിനാരിയിൽ ഡീക്കനൊക്കെ ആയിരിക്കും, ദൈവശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ഈ ഞങ്ങളുടെ ഒരു ധ്യാന കേന്ദ്രമാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ പല ആരോപണങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര വിഷമമായി. കാരണം ഞങ്ങളാണ് നാളെ ഫ്യൂച്ചറിൽ, ഭാവിയിൽ അവിടെയൊക്കെ ശുശ്രൂഷ ചെയ്യേണ്ടവർ. അപ്പോൾ ഡിവൈനിൽ പല കാര്യങ്ങൾ. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ സഭയുടെ തിയോളജിൻസ് മീറ്റ് നടക്കുകയാണ്. അപ്പോൾ ഒരു ബ്രദർ എഴുന്നേറ്റെന്ന് പറഞ്ഞു, നമ്മുടെ ഡിവൈനെക്കുറിച്ച് എന്തോരം വാർത്തകളാണ് മോശമായിട്ട് പോകുന്നത്. നമ്മുടെ ധ്യാനത്തെക്കുറിച്ചൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇന്ന് വരെ സഭയിൽ പോപ്പ് മിഷൻ ധ്യാനത്തെക്കുറിച്ചോ ഡിവൈൻ പോട്ട ധ്യാന രീതിയെക്കുറിച്ചോ ഒരു കംപ്ലൈൻറ്റും എങ്ങുമില്ല. പിന്നെ എന്തിനാ ഈ സ്ഥലത്ത് മാത്രം കംപ്ലൈൻറ്റ്? അപ്പോൾ ജനറാളച്ചൻ പറഞ്ഞു, അതിന് ഉത്തരം പറയാൻ ഞാനല്ല, അവിടുത്തെ ഡയറക്ടറച്ചൻ ആണ് നല്ലത്. ഇന്ന് വൈകുന്നേരത്തെ മീറ്റിംഗ് ഡയറക്ടറച്ചനാണ് ചെയ്യുന്നത്, ഡിവൈൻ്റെ ഡയറക്ടറച്ചൻ. അപ്പോൾ ഡിവൈൻ്റെ ഡയറക്ടറച്ചൻ വന്നു. ഞങ്ങൾ 10-100 തിയോളജിൻസ് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഡയറക്ടറച്ചൻ വന്ന് കഴിഞ്ഞപ്പോൾ ഒരു ബ്രദർ എഴുന്നേറ്റെന്ന് ചോദിച്ചു, അച്ചോ ഡിവൈൻ്റെ ധ്യാന രീതിയെക്കുറിച്ചോ നമ്മുടെ ധ്യാന രീതിയെക്കുറിച്ചോ പരാതിയില്ല. ഈ ഡിവൈനിൽ ഒരുപാട് അന്തേവാസികൾ, എയ്ഡ്സ് രോഗികൾ, മാനസിക രോഗികൾ, അങ്ങനെ കുടുംബമില്ലാത്തവർ, വിവാഹ ജീവിതം തകർന്നവർ, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട ശുശ്രൂഷയിലല്ലേ ഈ പ്രശ്നങ്ങൾ, ആരോപണം? അച്ഛോ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ധ്യാനം നടത്തുന്ന ധ്യാന കേന്ദ്രം മാത്രം മതി ഡിവൈൻ്റെ പേരിൽ, ബാക്കി എല്ലാവരെയും വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് വേറൊരു പേരിലാക്കാം. അപ്പോൾ അന്ന് അവിടുത്തെ ഡയറക്ടർ അച്ഛൻ ജോർജ് പനക്കിലച്ചൻ പറഞ്ഞൊരു ഉത്തരവുണ്ട്, ഞങ്ങൾ കേട്ടൊരു ഉത്തരം. മക്കളെ, മാനസിക രോഗികൾ, എയ്ഡ്സ് രോഗികൾ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട 1500 പേരവിടെയുണ്ട്. ഒരു നേരം ആരും ധ്യാനിക്കാനില്ലെങ്കിൽ 1500 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഇടമാണ് നമ്മുടേത്. ഇനി അവരെ ശുശ്രൂഷിച്ചതിൻ്റെ പേരിലാണ്, കുടുംബത്തിനോ സമൂഹത്തിനോ വേണ്ടാത്ത മാറ്റി നിർത്തപ്പെട്ട അവരെ ശുശ്രൂഷിച്ച് അവരെ സ്നേഹിച്ചതിൻ്റെ പേരിലാണ് നമ്മുടെ ലോഹയിൽ ചെളി പുരളുന്നതെങ്കിൽ അതൊരു അംഗീകാരമായിട്ട് കാണണം. അർഹിക്കുന്നത് കൊടുക്കുന്നതിൻ്റെ പേരല്ല, അർഹിക്കാത്തത് കൊടുക്കുന്നതിൻ്റെ പേരാ കരുണ. പ്രിയപ്പെട്ടവരെ, ഈ മനസ്സ് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അനുദിന ജീവിതം നമ്മൾ സ്വന്തമാക്കുക. ഇതാണ് നമ്മുടെ വിളി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കരുണയിൽ നമ്മളെ വളർത്തണമേ, ഇതാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മളിന്ന് പ്രാർത്ഥിക്കുന്ന വചനം സങ്കീർത്തനം 13:5 സങ്കീർത്തനം 13:5 നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വചനമാണ്. ആ വചനം യേശുവിൻ്റെ കരുണയിൽ നമ്മളെ സമർപ്പിച്ച് നമ്മൾ സ്നേഹത്തിലേക്ക്, നന്മയിലേക്ക് വരിക. ആ വചനം ഇതാണ്: ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളുന്നു. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അവിടുത്തെ രക്ഷയിൽ ആനന്ദം കൊള്ളുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലുണ്ടാകാനും കരുണയുടെ മനസ്സ്
നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ രൂപപ്പെടുവാനും കൃപ നൽകണമേ എന്ന് നമുക്ക് ഈ ആരാധനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ കൺകൾ തുറന്നു ഞാൻ കാണുന്നേ, 7 പൊൻവിളക്കിൻ നടുവിൽ നീലയങ്കി ധരിച്ച പ്രിയൻ, മാറത്തു പൊൻകച്ച കെട്ടിയും. എൻ കൺകൾ തുറന്നു ഞാൻ കാണുന്നേ, 7 പൊൻവിളക്കിൻ നടുവിൽ നീലയങ്കി ധരിച്ച പ്രിയൻ, മാറത്തു പൊൻകച്ച കെട്ടിയും. ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങു മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങു മാത്രം യേശുവേ. എൻ കൺകൾ തുറന്നു ഞാൻ കാണുന്നേ, 7 പൊൻവിളക്കിൻ നടുവിൽ നീലയങ്കി ധരിച്ച പ്രിയൻ, മാറത്തു പൊൻകച്ച കെട്ടിയും. എൻ കൺകൾ തുറന്നു ഞാൻ കാണുന്നേ, 7 പൊൻവിളക്കിൻ നടുവിൽ നീലയങ്കി ധരിച്ച പ്രിയൻ, മാറത്തു പൊൻകച്ച കെട്ടിയും. ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങു മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങു മാത്രം യേശുവേ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങു മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങു മാത്രം യേശുവേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് നമ്മെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവരുടെ തെറ്റുകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ സ്നേഹിക്കാത്തവരുടെ തെറ്റുകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയെ ആരാധിക്കാത്തവരുടെ തെറ്റുകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. യേശുവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. യേശുവേ, ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിലെ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് എങ്ങനെ ജീവിതത്തിൽ കരുണയുള്ളവരാകണം. ഈശോ പഠിപ്പിച്ചു. സുവിശേഷ ഭാഗ്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഈശോ പഠിപ്പിച്ചു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. വിശുദ്ധ കുർബാന അത് കരുണയുടെ കൂദാശയാണ്. ഇറ്റ് ഈസ് ദ സാക്രമെന്റ് ഓഫ് മേഴ്സി. കരുണയുടെ കൂദാശ. ഇതാ അർഹതയുള്ളവൻ, അവകാശമുള്ളവൻ മാറോട് ചേർന്ന് കയ്യും നീട്ടി നിൽക്കുമ്പോൾ അവൻ്റെ കൈക്ക് മുകളിലൂടെ ഒറ്റുകാരൻ്റെ കൈകളിലേക്ക് പോകുന്ന ദിവ്യകാരുണ്യം. അതിനെയാണ് നമ്മൾ ദിവ്യകാരുണ്യം എന്ന് വിളിക്കുന്നത്. അർഹതപ്പെട്ടവൻ കയ്യും നീട്ടി നിൽക്കുമ്പോൾ, അർഹതപ്പെട്ടവൻ മാറോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ്റെ കൈക്ക് മുകളിലൂടെ ഒറ്റുകാരൻ്റെ കൈകളിലേക്ക് എത്തുന്ന സ്നേഹത്തിൻ്റെ പേരാണ് കാരുണ്യം. ഈശോ പഠിപ്പിക്കുകയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ എന്ത് പ്രയോജനമാണുള്ളത്? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? വിശേഷവിധിയായി നിങ്ങൾക്ക് എന്താ ഉള്ളത്? നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമാണ്, നിങ്ങളെ അഭിവാദനം ചെയ്യുന്നവരെ മാത്രമാണ് നിങ്ങൾ സ്നേഹിക്കുകയും അഭിവാദനം ചെയ്യുകയും ചെയ്യുന്നതെങ്കിൽ വിശേഷവിധിയായി നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് അഭിവാദനം ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളെ കുറ്റം വിധിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളിൽ കുറ്റം മാത്രം കാണുന്നവരെ കുറിച്ച് നന്മ പറയാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഈശോ ചോദിക്കുന്നത്. ഇതാ അവൻ ചുംബിക്കുമ്പോൾ പോലും, ഒറ്റുമ്പോൾ പോലും അവനെ വിളിക്കുകയാണ് സ്നേഹിത. അവൻ ഒറ്റിക്കൊടുക്കുമ്പോൾ പോലും അവനെ വിളിക്കുകയാ സ്നേഹിത. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുന്നൊരു മേഖല, എൻ്റെ കൂടെയുള്ളവരുടെ കുറവിനോട് ഞാൻ എന്ത് മനോഭാവം കാണിക്കുന്നു. ഞാൻ ഈ യേശുവിൻ്റെ കരുണ, വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ഏത് ഈശോയാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്? ഇതാ ചുങ്കക്കാരൻ്റെ കൈകളിലേക്ക് ആദ്യത്തെ ദിവ്യകാരുണ്യം കൊടുത്ത ഈശോ. ഒറ്റിക്കൊടുക്കുവാൻ ചുംബിക്കുമ്പോൾ പോലും സ്നേഹിത എന്ന് അവനെ വിളിക്കുന്ന ഈശോ. കുരിശിൽ കയറ്റിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ. ഈശോയാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. എല്ലാവരും കല്ലെറിയാൻ കൊണ്ടുവരുന്നവളെ സാരമില്ല എന്ന് പറഞ്ഞയക്കുന്ന, അവളെ നോട്ടം കൊണ്ട് പോലും മുറിവേൽപ്പിക്കാത്ത ഈശോ നമ്മുടെ ഉള്ളിൽ വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് കുറവുകൾ വെളിപ്പെടുന്നു. ഈ കുറവിനോട് നമ്മുടെ മനോഭാവം എന്താണ്? കുറവിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? ഇതാണ് ഈശോ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത്. നിനക്ക് ആ കുറവിൽ സ്നേഹം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നിനക്ക് ആ കുറവിനെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ?
നിനക്ക് ആ കുറവ് കാണുമ്പോഴും അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ഈശോയെ, പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ പ്രവർത്തിക്കാതെ വരുമ്പോൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കും വിപരീതമായി ഞങ്ങളോടൊപ്പമുള്ളവർ ചെയ്യുമ്പോൾ, ഞങ്ങളുടെ സങ്കല്പങ്ങൾക്ക് വിരോധമായി എന്തെങ്കിലും ഒരു ചെറിയ കാര്യമുണ്ടാകുമ്പോൾ, ഞങ്ങൾ പ്ലാൻ ചെയ്തതിന് വിപരീതമായി എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന, കോപിക്കുന്ന, അംഗീകരിക്കാൻ പറ്റാതെ നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഞങ്ങളുടേത്. ഒരു ചെറിയ ഡിസോർഡർ പോലും, ഒരു ചെറിയ കുറവ് പോലും, ഒരു ചെറിയ പോരായ്മ പോലും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാറില്ല. യേശുവേ, ഞങ്ങളെ പഠിപ്പിക്കണേ. നിന്റെ ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹം ഞങ്ങൾ നിറയ്ക്കണേ. കുറവുകളെ സ്നേഹിക്കുന്ന, കുറവുകളെ കാരുണ്യം കൊണ്ട് മൂടുന്ന, കുറവുകളുടെ മേൽ സ്നേഹമൊഴുക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതം ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ വരട്ടെ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഞങ്ങളെ ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹത്താൽ, ദിവ്യകാരുണ്യത്തിൻ്റെ കരുണയാൽ ഞങ്ങളെ പൊതിയണേ കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൂശിച്ച കൈയിലല്ലേ നാഥൻ ജീവന്റെ മന്ന തന്നു. ക്രൂശിച്ച കൈയിലല്ലേ നാഥൻ ജീവന്റെ മന്ന തന്നു. കോപിച്ച മാനസത്തിൽ നീ സ്നേഹാഗ്നി ജ്വാലയുമാ. കോപിച്ച മാനസത്തിൽ നീ സ്നേഹാഗ്നി ജ്വാലയുമാ. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. നമുക്ക് നമ്മെ പൂർണ്ണമായും സമർപ്പിക്കാം. നമ്മളിൽ രൂപപ്പെടേണ്ടത് ഈ സ്വഭാവമാണ്. ഈ സ്വഭാവമാണ് കുറവുകളെ സ്നേഹിക്കുന്ന, കുറവുകളെ അംഗീകരിക്കുന്ന, കുറവുകളെ പ്രാർത്ഥനയാക്കുന്ന ഒരു സ്വഭാവം, ഒരു മനസ്സ് നമുക്ക് സ്വന്തമാകണം. പലപ്പോഴും നമ്മളുടെ സ്വസ്ഥത, നമ്മുടെ ഉള്ളിലെ സന്തോഷം നഷ്ടപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ സ്വസ്ഥത, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നതിന് കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, നമ്മൾ വിഭാവനം ചെയ്യുന്നത് പോലെ മറ്റൊരാൾ പ്രവർത്തിക്കുന്നില്ല, പെരുമാറുന്നില്ല എന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നതൊക്കെയാണ് നമ്മുടെ അസ്വസ്ഥതകളുടെ മെയിൻ കാരണം. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, മറ്റൊരാളുടെ ചെറിയ കുറവുകൾ, പോരായ്മകൾ, യേശുവിൻ്റെ ദിവ്യകാരുണ്യം എന്നത് എവിടെയാ ദിവ്യകാരുണ്യം രൂപപ്പെടുന്നത്? ദിവ്യകാരുണ്യം രൂപപ്പെടുന്നത് മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാകുമ്പോഴാണ്. മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് ബലിയാകുമ്പോഴാണ് ആ ബലി ദിവ്യകാരുണ്യമാകുന്നത്. യേശു സ്നേഹിക്കുന്നവർക്കല്ല ജീവൻ കൊടുത്തത്, യേശു പാപികൾക്ക് വേണ്ടിയാണ് ജീവൻ കൊടുത്തത്. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാൻ വേണ്ടിയല്ല, പാപികളെ വിളിക്കാനാണ്. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് ആവശ്യം. ഈശോയെ, നീ ഇത് പഠിപ്പിക്കുന്നു. എൻ്റെ അനുദിന ജീവിതത്തിൽ ഞാൻ കരുണയുള്ള, മറ്റൊരാളുടെ വേദന കാണുമ്പോൾ, കുറവ് കാണുമ്പോൾ ഈ കരുണ എന്നിൽ നിറയ്ക്കണമേ. യേശുവെ, ഞങ്ങളെ സമർപ്പിക്കുന്നു, സഭയെ സമർപ്പിക്കുന്നു. സഭ കരുണയുടെ ഇടമായിട്ട് മാറട്ടെ. സഭ ശുശ്രൂഷകൾ കരുണ അനുഭവിക്കുന്ന ഇടങ്ങളായിട്ട് മാറട്ടെ. വേദനിക്കുന്നവർ, ഒറ്റപ്പെടുന്നവർ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്കെല്ലാം കരുണയുടെ ഇടമായിട്ട് മാറട്ടെ. യേശുവെ, അതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കൃപ ഞങ്ങൾ നരണമേ. യേശുവെ, അങ്ങയുടെ
ദിവ്യകാരുണ്യത്തിലെ ആ കരുണയുടെ സ്നേഹം ഞങ്ങളെ ഓരോരുത്തരിലും നിറയാൻ ആഗ്രഹിച്ച് നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്താം. കരങ്ങൾ ഉയർത്തുമ്പോൾ നമ്മെ പൂർണ്ണമായും ഈശോയുടെ കരങ്ങൾ സമർപ്പിക്കാം. തിരുസഭയെ സമർപ്പിക്കാം. തിരുസഭയുടെ എല്ലാ, പരിശുദ്ധ സഭയുടെ എല്ലാ കരുണയുടെ ശുശ്രൂഷകളെയും സമർപ്പിക്കാം. ഇതാ ശുശ്രൂഷകളിലായിരിക്കുന്ന, ഏത് ശുശ്രൂഷകളിലുമായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം. യേശുവേ, സഭ കരുണയുടെ ഇടമായിട്ട് മാറട്ടെ. സഭ സ്നേഹത്തിൻ്റെ ഇടമായിട്ട് മാറട്ടെ. അനേകം മക്കൾ യേശുവിനെ അറിയുന്ന, യേശുവിൻ്റെ സ്നേഹം, കരുണ, യേശുവിൻ്റെ പരിപാലനെ അറിയുന്ന ശുശ്രൂഷയായിട്ട് ഞങ്ങളുടെ ശുശ്രൂഷകൾ മാറട്ടെ. യേശുവിൻ്റെ പരിപാലനെ അറിയുന്ന ശുശ്രൂഷയായിട്ട് ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളും മാറട്ടെ. യേശുവിൻ്റെ സ്നേഹം അറിയുന്ന, യേശുവിൻ്റെ സംരക്ഷണം അറിയുന്ന ഇടങ്ങളായിട്ട് ഞങ്ങളുടെ ശുശ്രൂഷകൾ മാറട്ടെ. യേശുവേ, സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, ആരാധന, ആരാധന. കർത്താവേ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. യേശുവേ, കരുണയാലെ നിറയ്ക്കണേ, 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 കരുണയാലെ നിറയ്ക്കണേ. നമുക്കൊരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ചിലരെയെല്ലാം നമ്മൾ ദിവ്യകാരുണ്യത്തോട് പ്രത്യേകം ചേർത്ത് വയ്ക്കുക. നമ്മൾ അവരെ ദിവ്യകാരുണ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുക. ഒരു പക്ഷേ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയിൽ കാണുന്ന കുറവുകൾ, ഒരുപക്ഷെ ഞാൻ എൻ്റെ മക്കളിൽ കാണുന്ന കുറവുകൾ, എൻ്റെ അപ്പനിൽ, എൻ്റെ അമ്മയിൽ ഞാൻ കാണുന്ന കുറവുകൾ, സഭയിൽ ഞാൻ കാണുന്ന കുറവുകൾ, ഒരുപാട് കുറവുകൾ എൻ്റെ മുമ്പിലുണ്ട്. ഈ കുറവുകളോടുള്ള എൻ്റെ മനോഭാവം എന്താണ്? എന്ത് മനോഭാവമാണ് ഈ കുറവുകൾ കാണുമ്പോൾ? നമ്മൾ സഭയുടെ ഒരു കുറവ് നമ്മൾ കേൾക്കുമ്പോൾ, is it a scandal for me? Oh, I am also blaming the church. സഭയുടെ ഒരു കുറവ് കാണുമ്പോൾ അതെനിക്കൊരു ഉതപ്പാണോ? സഭയുടെ ഒരു കുറവ് കാണുമ്പോൾ ഞാനും അതിനെ ബ്ലെയിം ചെയ്യുന്നുണ്ടോ? അതിനെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? ഓർ am I praying for the church? ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇതാണ് യേശു നമ്മളോട് ചോദിക്കുന്നത്. എൻ്റെ അപ്രോച്ച്, എൻ്റെ സമീപനം എന്താണ്? ഒരു കുറവിനോട് എൻ്റെ സമീപനം. നമ്മൾ ഒരുപാട് കുറവുകൾ ഈ കാലഘട്ടത്തിൽ കേൾക്കുന്നുണ്ട്. സമർപ്പിതരുടെ, വൈദികരുടെ, സഭയുടെ കുറവ് നമ്മൾ കേൾക്കുന്നു. ഞാൻ എന്തു ചെയ്യുന്നു? ഈശോ എന്താ ചെയ്തത്? ഇതാ തിരുസഭയെ കളങ്കമില്ലാത്ത വധുവാക്കി തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത കർത്താവെ, നമ്മൾ അങ്ങനെയാണ് കുർബാനയിൽ പ്രാർത്ഥിക്കുന്നത്. തിരുസഭയെ കളങ്കമില്ലാത്തവളാക്കി മാറ്റുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത കർത്താവെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? മറ്റൊരാളുടെ കുറവുകളെ നമ്മൾ എങ്ങനെ കാണുന്നു? അതിലേക്ക് എങ്ങനെ രക്ഷ കടന്നു വരുന്നു? ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. നമ്മൾ പ്രാർത്ഥനയിൽ, കുർബാനയിൽ വയ്ക്കുന്നുണ്ടോ? നമ്മൾ കുർബാനയിൽ കൊടുക്കുന്നുണ്ടോ? കുർബാനയിൽ എല്ലാ കുറവുകളും നികത്തുന്ന ഈശോ വരുന്നുണ്ട്. എല്ലാ കുറവുകൾക്കുമുള്ള പരിഹാരം വിശുദ്ധ കുർബാനയിൽ ഈശോ പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാ കുർബാനയ്ക്കുമുള്ള, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള, എല്ലാ കുറവുകൾക്കുമുള്ള പരിഹാരം കുർബാനയിലുള്ളപ്പോൾ, പ്രിയപ്പെട്ടവരെ, മറ്റൊരാളുടെ കുറവ്
നമ്മുടെ കൂടെ ഉള്ളവരുടേതാകാം, അയൽപക്കത്തുള്ളവരുടേതാകാം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടേതാകാം, കുടുംബാംഗങ്ങളുടേതാകാം. നമ്മൾ ഈ കുറവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ മനസ്സിൽ വരുന്നത്? ഈ കുറവിനെ കാണുമ്പോൾ, ഒരു കുറവ് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത ഒരാളുടെ ഒരു വേദന, അവരുടെ വീട്ടിലെ കുടുംബത്തിലെ ഒരു പ്രശ്നം നമ്മൾ കേൾക്കുമ്പോൾ, നമ്മുടെ അടുത്തുള്ളൊരു കുടുംബത്തിലെ പ്രശ്നം കേൾക്കുമ്പോൾ നമ്മൾ ബാഹ്യമായിട്ട് നമ്മൾ ചിലപ്പോൾ അയ്യോ അത് സംഭവിക്കരുതായിരുന്നു, അയ്യോ അത് സംഭവിച്ചു പോയല്ലോ. പക്ഷേ നമ്മൾ ഹൃദയത്തിൽ നിന്ന് നമുക്ക് എത്രത്തോളം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇതെല്ലാം നടക്കുന്നതല്ലേ, നമ്മൾ എത്രയോ നിസ്സാരമായിട്ടാണ് കുറവുകളെയൊക്കെ കാണുന്നത്. സഭയിൽ ഒരു പ്രശ്നം കാണുമ്പോൾ അതിന് നമുക്കത് വേദനയാകുന്നുണ്ടോ? നമുക്കത് പ്രാർത്ഥനയുടെ വിഷയമാകുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതിനാൽ അവിടെയാണ് നമ്മൾ യേശുവിനെ കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നത്. അവിടെയാണ് യേശുവിൻ്റെ ദൗത്യം പൂർണ്ണമാകുന്നത്. നമ്മൾ കുറ്റം പറയുന്നു, നമ്മൾ സഹതപിക്കുന്നു, പക്ഷേ നമ്മൾ യേശുവിൻ്റെ മനോഭാവം, ആ പ്രതിസന്ധിയിൽ ഏറ്റവും വലിയ നന്മയുണ്ടാകണം എന്ന യേശുവിൻ്റെ മനോഭാവം നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ? അതിനാൽ നമ്മളുടെ മനസ്സാണ് മാറേണ്ടത്. നമ്മുടെ മനസ്സാണ് മാറേണ്ടത്. യേശുവിനെ കൊടുക്കുന്ന, യേശുവിനോട് ആ വേദനയെ ചേർത്ത് വയ്ക്കുന്ന, മറ്റൊരാളുടെ കുറവിനെ പ്രാർത്ഥനയുടെ വിഷയമാക്കുന്ന, ഒരു കുറവ് പ്രാർത്ഥനയുടെ വിഷയമാക്കണം. ഒരു പക്ഷേ അത് എന്നെ വേദനിപ്പിക്കുന്നതല്ല, ഡയറക്റ്റായിട്ട് എന്നെ വേദനിപ്പിക്കുന്നില്ല. എന്നെ വേദനിപ്പിക്കുന്നത് എന്താ? എൻ്റെ രോഗം, എൻ്റെ ജോലിയില്ലാത്ത, ഇത് മാത്രമാണ് ദൈവത്തിൻ്റെ മുമ്പിലുള്ള എൻ്റെ ഉയർത്തലെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി, അതിനപ്പുറത്ത് നമ്മൾ മറ്റൊരാളുടെ വേദന കാണുമ്പോൾ, നമ്മൾ സഭയിലൊരു കുറവ് കാണുമ്പോൾ, അടുത്ത വീട്ടിലൊരു പ്രശ്നം കാണുമ്പോൾ നമുക്കത് പ്രാർത്ഥനയിൽ സമർപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ ഇറങ്ങുന്ന ദൈവമഹത്വം, അതിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് കടന്നു വരുന്നത് അത്ഭുതകരമായ രീതിയിലായിരിക്കും. മറിച്ച് നമ്മളെപ്പോഴും വേദനിക്കുന്നതും നമ്മളെപ്പോഴും കണ്ണീരൊഴുക്കുന്നതും എൻ്റെ കാര്യം ശരിയാകണം, അവിടെ ഒരു സെൽഫ് സെൻറ്റേഡ്നെസ്, അവിടെ ഒരു ഈവിൾ സ്പിരിറ്റ് വിൽ അറ്റാക്ക് അവർ ലൈഫ്. അതിനാൽ നമ്മൾ കുറച്ചുകൂടി മറ്റുള്ളവരുടെ വേദന പ്രാർത്ഥനയുടെ വിഷയമാക്കുന്ന, മറ്റുള്ളവരുടെ കുറവ്, സഭയുടെ കുറവ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കുറവുകൾ, ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ നമ്മൾ കേൾക്കുമ്പോൾ അത് ഒരു വാർത്തയായിട്ട് മാത്രം കേൾക്കാതെ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നമ്മളത് പ്രാർത്ഥനയുടെ വിഷയമാക്കണം. ഒരു പക്ഷേ നമ്മളുടെ ലോകത്തിൽ ലഹരി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, കൊലപാതകങ്ങൾ, ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ അത് എനിക്ക് പെയിൻഫുൾ ആകുകയും എനിക്ക് അത് പ്രാർത്ഥനയുടെ വിഷയമാവുകയും ചെയ്യുന്നുണ്ടോ? അതിനാൽ എല്ലാ കുറവുകളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. നമുക്ക് കരങ്ങൾ ഈശോയുടെ സന്നിധിയിൽ ഉയർത്താം. കരങ്ങൾ ഉയർത്തുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ഇത് ഈശോ പ്രാർത്ഥിക്കുകയാണ്. ജീസസ് ബിക്കം ദ മീഡിയേറ്റർ. യേശു ഒരു മധ്യസ്ഥനായിട്ട് മാറുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കുമുള്ള ദൗത്യമാണ് നമ്മൾ മറ്റൊരാളുടെ കുറവുകൾ, ആ കുറവുകളിൽ സ്നേഹം കൊടുക്കുക, കരുണ കൊടുക്കുക, ആ കുറവുകളെ പ്രാർത്ഥനയുടെ വിഷയമാക്കുക. സഭയിലോ ലോകത്തിലോ ചുറ്റുപാടുകളിലോ നമ്മൾ കാണുന്ന കുറവുകളെ പ്രാർത്ഥനയുടെ വിഷയമാക്കുക. ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് അവിടെ ആശീർവാദത്തിൻ്റെ വഴികൾ തുറക്കുക. ഇത് ഏതൊരു ക്രൈസ്തവനും ഉള്ള ദൗത്യമാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നത് അങ്ങനെയാണ്. അതിനാൽ ദൈവമേ, ഈ കൃപയുടെ അഭിഷേകം ഞങ്ങളിൽ നിറയ്ക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്താം. നമ്മുടെ നിയോഗങ്ങളെ ഈശോയെ സമർപ്പിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവകരുണയുടെ, ദൈവകൃപയുടെ അഭിഷേകം ഇറങ്ങട്ടെ. ഈശോയുടെ കരുണയുടെ അഭിഷേകം ഇറങ്ങാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ സുഖപ്പെടട്ടെ. വേദനയിലൂടെ കടന്നു പോകുന്നവർ ആശ്വസിപ്പെടട്ടെ. ജോലി തടസ്സങ്ങൾ, കുടുംബ ബന്ധങ്ങളുടെ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ യേശുവെ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്ക
കർത്താവേ യാചന നൽകണമേ. കർത്താവേ യാചന നൽകണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം സങ്കീർത്തനങ്ങൾ 13:5. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ